ഹായ് ഗായ്സ്, വെൽക്കം ടു ഡൗഡോപ്സ്. ഞാൻ അബ്ദുല്ലഹദ്. നമ്മൾ ദിവസേന മൊബൈലിൽ വീഡിയോകൾ കാണുന്നുണ്ടല്ലോ, വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. ഇതെല്ലാം നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം നമുക്ക് സാധ്യമാകുന്ന ഒന്നാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിവരങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കാനുള്ളൊരു സംവിധാനമാണ്. നമുക്ക് ഒരാളെ ഫോൺ കോൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? 2 ഫോണുകൾ വേണം. ഒന്ന് എൻ്റെ കയ്യിലും അതുപോലെ മറ്റൊരു ഫോണ് ഞാൻ കോൾ ചെയ്യുന്ന ആളുടെ കയ്യിലും. പിന്നെ നമുക്ക് എന്ത് വേണം? നെറ്റ്വർക്കും വേണം. അപ്പോൾ അതുപോലെയാണ് ഇൻ്റർനെറ്റും. ഒരാൾ ഇൻഫർമേഷൻ അയച്ചു കൊടുക്കുന്നു, ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളത് സ്വീകരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഈ ഇൻ്റർനെറ്റ് ശരിക്കും എവിടെ നിന്നാണ് വരുന്നത്? വായുവിൽ നിന്നാണോ വരുന്നത്? അതോ എങ്ങനെയാണ് ഈ ഇൻ്റർനെറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് പലർക്കും ഉള്ളൊരു സംശയമാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് നമുക്ക് തരുന്നത് ഓരോരോ പ്രൈവറ്റ് കമ്പനികളാണ്. ആ കമ്പനിയെ നമ്മൾ വിളിക്കുന്നതാണ് ISP എന്ന്, അഥവാ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ നമുക്ക് ജിയോ ഒരു ISP, എയർടെൽ, BSNL ഇങ്ങനെയുള്ള ഇവരെയൊക്കെയാണ് നമ്മൾ ISP എന്ന് വിളിക്കുന്നത്, അഥവാ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഇപ്പോൾ നമ്മളുടെ വീടുകളിലേക്ക് നമ്മളുടെ ജലനിധിയുടെ പൈപ്പിൽ കൂടെ നമ്മൾക്ക് വെള്ളം കിട്ടത്തില്ലേ എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ISPയിൽ നിന്ന് നമ്മളുടെ വീടുകളിലേക്ക് നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നത്. ഇവിടെ പലർക്കും ഒരു കൺഫ്യൂഷനുണ്ട്, വൈഫൈയും ഇൻ്റർനെറ്റും ഒരുപോലെയാണെന്നാണ് ഇപ്പോൾ പലരും കരുതുന്നത്. പക്ഷേ വൈഫൈ ഇൻ്റർനെറ്റ് അല്ല. അപ്പോൾ ISP എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റ് തരുന്ന ഒരു കമ്പനിയെയാണ് നമ്മൾ ISP എന്ന് പറയുന്നത്. ജിയോ, എയർടെൽ, BSNL അതുപോലെ ISP ആണ് നമുക്ക് ഇൻ്റർനെറ്റ് വീടുകളിലേക്ക് കൊണ്ടുവരുന്നത്. ISP തന്ന ഇൻ്റർനെറ്റ് ഒരിക്കലും നമുക്ക് നേരിട്ട് മൊബൈലുകളിലേക്കോ കമ്പ്യൂട്ടറുകളിലേക്കോ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനിടയിലുള്ള ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മൾ ഈ പറയുന്ന റൗട്ടർ. ഇപ്പോൾ ഈ റൗട്ടറുകളാണ് നമുക്ക് വൈഫൈ സിഗ്നൽ ഉണ്ടാക്കുന്നത്. അതായത് നമ്മളുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ തരുന്ന ഇൻ്റർനെറ്റിനെ നമ്മളുടെ മൊബൈലുകളിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് തരാൻ വേണ്ടി ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മീഡിയേറ്ററാണ് നമ്മളുടെ റൗട്ടർ. ഇപ്പോൾ ഈ റൗട്ടറാണ് നമുക്ക് എന്ത് തരുന്നത്? വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഈ ISP അല്ല നമുക്ക് വൈഫൈ തരുന്നത്. നമുക്ക് വൈഫൈ തരുന്ന ആരാ? നമ്മളുടെ വീടുകളിലിരിക്കുന്ന റൗട്ടറുകളാണ്. അപ്പോൾ ഈ റൗട്ടറാണ് അപ്പോൾ ഒരു മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് ISPയുടെ കയ്യിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് വരുന്ന സിഗ്നലുകളെ നമ്മളുടെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യാൻ പാകത്തിനുള്ള വൈഫൈ സിഗ്നലുകളാക്കി തരുന്നത് നമ്മളുടെ റൗട്ടറിൻ്റെ പണിയാണ്. നമ്മളുടെ ഈ വീടുകളിലിരിക്കുന്ന റൗട്ടറുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിഗ്നലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വൈഫൈ എന്ന്. നമ്മളുടെ മൊബൈലുകൾ അല്ലെങ്കിൽ ലാപ്ടോപ്പുകളൊക്കെ നമ്മളുടെ ഈ ഒരു വൈഫൈ സിഗ്നലുകളിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ISP ഇൻ്റർനെറ്റ് തരുന്നു, നമ്മളുടെ റൗട്ടർ അതിനെ വൈഫൈ സിഗ്നലുകളാക്കി തരുന്നു, നമ്മളുടെ മൊബൈലുകൾ ആ ഒരു വൈഫൈ സിഗ്നലുകളിലേക്ക് കണക്ട് ചെയ്യുന്നു. ഈ ശരിക്കും യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്ന വീഡിയോകൾ നമ്മളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോകളാണോ? സത്യത്തിലല്ല. അത് മറ്റുള്ള രാജ്യങ്ങളിലെ പല പല കമ്പ്യൂട്ടറുകളിനകത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോകളാണ് നമ്മളുടെ യൂട്യൂബിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട അതിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിലാണ് മറ്റു രാജ്യങ്ങളിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾക്ക് ആ ഒരു വീഡിയോയെ സെൻഡ് ചെയ്ത് തരുന്നത്. ആ ഒരു വീഡിയോ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ വഴി നമ്മളുടെ റൗട്ടറിലെത്തും. റൗട്ടർ അതിനെ വൈഫൈ സിഗ്നലാക്കിയിട്ട് നമ്മളുടെ മൊബൈലുകളിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടറുകളിലേക്കോ തരും. അപ്പോഴാണ് നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ യൂട്യൂബ്, ഇപ്പോൾ ഞാൻ 1 മണിക്കൂറുള്ള സിനിമ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ യൂട്യൂബ് ഡയറക്റ്റ് എനിക്ക് വലിയൊരു 1 മണിക്കൂറുള്ള യൂട്യൂബ് വീഡിയോ ആയിട്ടാണോ തരുന്നത്? അല്ല. അതിനെ ചെറിയ ചെറിയ ഓരോ പാക്കറ്റുകളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷമാണ് യൂട്യൂബ് അതിനെ എനിക്ക് തരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ എങ്ങനെ നമുക്ക് വൈഫൈ നമ്മളുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഒരു ഗൂഗിൾ അക്കൗണ്ട് പുതിയതായിട്ട് കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്യാമെന്നും എങ്ങനെ നമുക്ക് ബ്രൗസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ IT മേഖലയിലേക്ക് വരാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് ടെക് ഫീൽഡിലേക്ക് കയറാനോ ഒക്കെ നിങ്ങൾ ആഗ്രഹമുള്ള സുഹൃത്തുക്കൾക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.